Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? മോക്ക് ടെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ? ബോറിംഗ് ആണല്ലോ, എന്നാലും വായിച്ചല്ലേ. ഒരു 2 പേജ് 3 പേജ് ഒക്കെ കഴിയുമ്പോ ബോറടി മാറും കേട്ടോ. അതുവരെ ഒന്ന് സഹിച്ചിരിക്കുക. ഓക്കെ, ഫുഡ് കഴിച്ചോ? ബുക്ക് തുറക്കാനേ തോന്നുന്നില്ലേ? മൊഡ്യൂൾ 3 ആണോ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ആണോ ബുക്ക് തുറക്കാനേ തോന്നാത്തത്? മൊഡ്യൂള് മാറ്റി തരാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആദ്യം മൊഡ്യൂൾ 1ഉം 2വിനെ അപേക്ഷിച്ച് മൊഡ്യൂൾ 3ഉം 4ഉം കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ഇല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? വളരെ ബോറിംഗ് ആണ് അല്ലേ? സാരില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് പോകാം. എക്സാം വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ പറയാം. എല്ലാവരും ഉണ്ടാവില്ല കേട്ടോ. വലിയ വലിയ ചാപ്റ്റേഴ്സിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എക്സാമിന്. അതിനെന്താ ഉള്ളത്, എന്തായാലും നിങ്ങൾക്ക് ഓപ്പൺ ആയി പറയാം. അങ്ങനെ പറയണം. ഒരു സെക്കൻഡ്, ഒന്ന് മൊഡ്യൂൾ PDF ഒന്ന് പ്രിന്റ് എടുത്ത് ഇടട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി എടുക്കാനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആണ് അല്ലെ? അത് തുടങ്ങിയല്ലേ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, അതായത് മനുഷ്യ വിഭവശേഷി പദ്ധതി തയ്യാറാക്കുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക. പാരഗ്രാഫ് നമുക്കൊന്ന് വായിച്ചു നോക്കാം.
The most valuable asset of an organization is human resources and not the money or physical equipment. Human resource or manpower planning is the process with which a management determines how an organization should move from its current manpower position to its desired manpower position. Through planning, a management strives to have the right number and the right kinds of people at the right place at the right time to do things which result in both the organization and the individual receiving the maximum long-range benefit. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു സ്ഥാപനത്തില് മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മൂല്യമുള്ള ഒരു അസറ്റ് ആണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സസ്. അത് മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാണ്. അതായത് മണിയേക്കാളും അതുപോലെ തന്നെ ഫിസിക്കൽ എക്യുപ്മെന്റിനേക്കാളും ഒക്കെ വളരെ മൂല്യമുള്ളതാണ് എന്ത്? മനുഷ്യരെന്ന് പറയുന്നത്. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു സ്ഥാപനത്തില് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തില് നിലവിലെ ജീവനക്കാരുടെ നിലയിൽ നിന്ന് അല്ലെങ്കിൽ എണ്ണത്തിൽ നിന്ന് ഭാവിയിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള ജീവനക്കാരുടെ എണ്ണത്തിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയാണ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഒരു സ്ഥാപനത്തില് ഒരു 100 പേര് ഇപ്പോ വർക്കിംഗ് ആണ്. ഓക്കെ, ആ സ്ഥാപനത്തില് ഇനി ഫ്യൂച്ചറിൽ അതായത് ഭാവിയിൽ 1-2 വർഷം കഴിയുമ്പോൾ ഒരു 200 ജീവനക്കാരെ എന്ത് ചെയ്യണം? എത്തിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ 100 ജീവനക്കാരിൽ നിന്ന് 200 ജീവനക്കാരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ജീവനക്കാരെയാണ് റിക്രൂട്ട് ചെയ്യേണ്ടത്? നമ്മളൊന്ന് പറഞ്ഞേ. ഇപ്പൊ കറന്റ്ലി 100 ആണ്, 200 ആണ് ഭാവിയിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഇപ്പൊ എത്തിക്കേണ്ടത് എത്രയാ? ആളുകളെ എടുക്കേണ്ടത് 100 പേരെയാണ് അല്ലെ? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് നിലവിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ നിന്ന് ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ജീവനക്കാരുടെ എണ്ണത്തിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് പെട്ടെന്നൊന്നും പറ്റില്ല അല്ലേ? 100 പേരെ നമ്മൾ എടുക്കണമെങ്കിൽ എന്തൊക്കെ വേണം ഒരു സ്ഥാപനത്തിന്? ആ സ്ഥാപനം അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കണ്ടേ? വേണോ? വലിപ്പം വേണ്ടേ? യെസ്. ആവശ്യത്തിന് ഉപകരണങ്ങൾ വേണ്ടേ? 100 പേർക്ക് ചെയ്യാനാകുന്ന അല്ലെങ്കിൽ 100 പേർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. 100 പേര് കൂടി വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വേണം? പ്രവർത്തിക്കാനായിട്ടുള്ള ഉപകരണങ്ങൾ വേണം അല്ലെ? ഫെസിലിറ്റീസ് വേണം. പിന്നെ സ്ഥാപനത്തിന് മണി വേണം അല്ലെ? ശമ്പളം കൊടുക്കാനായിട്ട് പൈസ വേണ്ടേ? അതുപോലെ ആളുകൾ വേണം, കസ്റ്റമേഴ്സ് വേണം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു പദ്ധതിയാണെന്ത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തന്നതാണ് കേട്ടോ, ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? യെസ്. അപ്പോ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരിയായ ആളുകളെ, അതായത് ശരിയായ എണ്ണം ആളുകളെ, ശരിയായ കഴിവുള്ള ആളുകളെ ഇവിടെ പറയുന്നുണ്ടല്ലേ. അതായത് നോക്കിയ നിങ്ങള് to have the right number and the right kinds of people at the right place at the right time to do things. അതായത് ശരിയായ എണ്ണം ആളുകളെ, ശരിയായ കഴിവുള്ള ആളുകളെ ശരിയായ സമയത്ത് ശരിയായ സ്ഥാനത്ത് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോ ഈ 100 പേരെ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഈ 100 പേരെ എടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അത് ശരിയായ എണ്ണത്തിലുള്ള ആളുകളായിരിക്കണം. 100 പേരിൽ കൂടാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ ശരിയായി 100 പേരെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള എബിലിറ്റീസ് അല്ലെങ്കിൽ സ്കില്ലുകളുള്ള ആളുകളായിരിക്കണം. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ആ സ്ഥാപനത്തിന് എപ്പോഴാണ് ആ 100 പേരെ കൊണ്ട് ആവശ്യം വരുന്നത്, ആ കറക്റ്റ് സമയത്ത് ഓരോ ആളുകളെയും കറക്റ്റ് പൊസിഷനിൽ ഇരുത്തുക എന്നുള്ളത് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞു. അതായത് നിലവിലുള്ള ജീവനക്കാരുടെ എണ്ണത്തിൽ നിന്ന് ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ജീവനക്കാരുടെ എണ്ണത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരിയായ ആളുകളെ ശരിയായ സമയത്ത് ശരിയായ കഴിവുകളുള്ളവരെ ശരിയായ സ്ഥാനത്തിരുത്തുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ? യെസ്. The next one, process of human resource planning. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രോസസ്സ്? എങ്ങനെയാണ് ഇത് നടത്തുന്നതെന്നാണ് പറയുന്നത്.
ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. അതായത് ഇത് ഒന്നോ രണ്ടോ ഒരു പ്രോസസ്സിലൂടെ നമ്മള് എന്താ പറയാ ഒരു വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് നടത്താനായിട്ട് പറ്റില്ല. പല രീതിയിലുള്ള സ്റ്റെപ്പുകളിലൂടെയാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ്. അതായത് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എന്താ മെയിൻ ആയിട്ടുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യം വേണ്ടത്. The main purpose is one of the matching or fitting employee abilities to enterprise requirements, emphasizing on future instead of present arrangements. അതായത് ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭാവിയിലെ ആവശ്യങ്ങൾ, അതായത് ഒരു സ്ഥാപനത്തിന്റെ ഭാവിയിലെ റിക്വയർമെന്റ്സ് എന്താണോ അത് കണക്കിലെടുത്തുകൊണ്ട് ജീവനക്കാരുടെ, അതായത് എംപ്ലോയീസിന്റെ കഴിവുകള് സ്ഥാപനത്തിന്റെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ഓക്കെ, ഒരു സ്ഥാപനത്തിന് എന്താണോ ആവശ്യമായിട്ട് വരുന്നത് അത് ജീവനക്കാരുടെ കഴിവുകളുമായിട്ട് ഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ രണ്ടാമത്തത് ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. The management must evaluate the structure of the organization at a given point in time. For this evaluation, the number and type of employees required must be determined. അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടനയും ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യവും കണക്കിലാക്കുക അല്ലെങ്കിൽ കണക്കിലെടുക്കുക. അതായത് ഫ്യൂച്ചറിൽ എങ്ങനെയാണോ സ്ഥാപനം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ആ സമയത്ത് ഉണ്ടാകുന്ന ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെയായിരിക്കണം എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് സ്ഥാപനം ഭാവിയിൽ മുന്നോട്ട് പ്രവർത്തിക്കണമെങ്കിൽ എത്ര പേരാണ് ഫ്യൂച്ചറിൽ അവിടെ ജോലി ചെയ്യേണ്ടത്, എത്ര എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഏത് തരം ജീവനക്കാരാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്ന പ്രക്രിയയാണത് ഈ ഒരു രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തേതെന്ന് പറഞ്ഞാല് എംപ്ലോയീസിന്റെ കഴിവുകളുമായിട്ട് സ്ഥാപനത്തിന്റെ ആവശ്യകതകളെ ഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പൊരുത്തപ്പെടുത്തുക. ഒരു ലക്ഷ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. രണ്ടാമതെന്ന് പറഞ്ഞാല് ഭാവിയിൽ ഫ്യൂച്ചറിൽ എത്ര ജീവനക്കാരാണ് വേണ്ടത്, അതുപോലെ തന്നെ ഏത് തരം കഴിവുകളുള്ളവരാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ രണ്ട് കാര്യങ്ങളും? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? യെസ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ്. എന്താണ് ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാല്? അതായത് മനുഷ്യ വിഭവശേഷിയെ അളക്കുക എന്നുള്ളതാണ് കേട്ടോ. Once the future human resource needs are estimated, the next step is to decide the present supply of manpower resources. This is done through what is called a skills inventory. A skills inventory consists of data about each employee's skills, abilities, work preferences, and other items of information, indicating his overall value to the company. അതായത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് എത്രയാണ് വേണ്ടതെന്ന് നമ്മൾ കണക്കാക്കുന്നു അല്ലെ? എത്രയാണ് വേണ്ടതെന്ന് അളക്കുന്നു. ഇപ്പൊ 100 പേരെയാണ് വേണ്ടതെങ്കിൽ 100 പേർക്കുള്ള ഫെസിലിറ്റീസ്, അതുപോലെ അവർക്കുള്ള സൗകര്യങ്ങള്, അവർക്കുള്ള ജോലികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഭാവിയിലേക്ക് എത്ര പേരെയാണ് വേണ്ടത് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം, അതിനൊരു വ്യക്തമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിൽ നിലവിലുള്ള ആളുകളുടെ കഴിവുകൾ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 100 പേരെ നമ്മൾക്ക് പുറത്തുനിന്ന് വേണം. ഓക്കെ, പക്ഷെ സ്ഥാപനത്തിൽ ഇപ്പൊ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്? അവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണ്ടേ? ഭാവിയിലുള്ള ആളുകളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? എത്ര പേരാണ്? ഞാൻ നേരത്തെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 100 പേരുണ്ട് അല്ലെ? യെസ്, 100 പേരുണ്ട്. അപ്പൊ ഈ കറന്റ്ലി വർക്ക് ചെയ്യുന്ന ആ 100 എംപ്ലോയീസിന്റെ കഴിവുകള്, അവരുടെ സ്കിൽസുകള്, എബിലിറ്റീസ്, ഇതൊക്കെ വിലയിരുത്തുന്നതാണ് ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഭാവിയിൽ എത്ര ജീവനക്കാരെ വേണം എന്ന് കണക്കാക്കിയതിന് ശേഷം
അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് എത്രയുണ്ട്, അതായത് നമ്മുടെ സ്ഥാപനത്തിൽ എത്രയുണ്ട്, കറന്റ്ലി വർക്കിംഗ് ആയ എത്രയുണ്ട് എന്ന് കണ്ടെത്തുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? സ്കിൽസ് ഇൻവെന്ററിയിലൂടെയാണ് ചെയ്യുന്നത്. സ്കിൽസ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവുകളുടെ രേഖയാണ് കേട്ടോ. അതായത് ഓരോ എംപ്ലോയീസിനുള്ള കഴിവുകളുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് എന്ത്? സ്കിൽസ് ഇൻവെന്ററി. ഓരോ ആളുകൾ 100 പേര് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു, 100 പേർക്കും ഒരേപോലെയുള്ള സ്കില്ലുകളായിരിക്കും ഉണ്ടാവുന്നത്? ഒരേപോലെയുള്ള സ്കില്ലുകളാണോ ഉണ്ടാവുന്നത്? ഒരിക്കലും അല്ല അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുകളായിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. ഓക്കെ. അപ്പോ ഇപ്പോ നമ്മുടെ ഈ ലൈവ് ക്ലാസ്സിൽ കയറിയിരിക്കുന്നത് 38 പേരാണ്. ഈ 38 പേര് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണെന്ന് വിചാരിക്കുക. അതിനകത്ത് തസ്നി ഉണ്ട്, ആൻ ഉണ്ട്, മുഹമ്മദ് അഫ്താബ് ഉണ്ട്, ജംഷീർ ഉണ്ട്, ഷാനി ഫിറോസ് ഉണ്ട്, ഹരിത ഉണ്ട്. ഇവരടങ്ങിയിട്ടുള്ള ഒരു 38 പേരാണ് എന്ത് ചെയ്യുന്നത്? ജോലി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവരുടെ സ്കിൽസ് ഇൻവെന്ററി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? അതായത് തസ്നിയുടെ കഴിവ് എന്താണെന്ന് നോക്കും. തസ്നി ചിലപ്പോ ടൈപ്പിംഗ് നന്നായിട്ട് ചെയ്യുന്ന ആളായിരിക്കും. ഓക്കെ. ഇനി ഹരിത നോക്കുകയാണെങ്കിൽ ഹരിത നന്നായിട്ട് എഴുതുന്ന, ഡോക്യുമെന്റ് ഒക്കെ തയ്യാറാക്കുന്ന വ്യക്തിയായിരിക്കും. ഷാനി ആണെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും. ഓക്കെ. അപ്പൊ ഇവരുടെ കഴിവുകൾ വ്യത്യസ്തമല്ലേ? വ്യത്യസ്തമാണോ? ഒന്ന് ഓർത്ത് നോക്കിയേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? യെസ്. അപ്പൊ ഇവരുടെയൊക്കെ കഴിവുകൾ, അതായത് സ്കിൽസ് ഇൻവെന്ററി എന്ന് പറയുന്ന കഴിവുകൾ രേഖപ്പെടുത്തുന്നതാണ്. എല്ലാവരുടെയും കഴിവുകൾ ഇന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണത് സ്കിൽസ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ, അതായത് ഈ സ്കിൽസ് ഇൻവെന്ററിയിലൂടെ ആളുകൾക്ക് ഏത് തരത്തിലുള്ള, അതായത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഏത് തരത്തിലുള്ള കഴിവുകളാണ് ഉണ്ടാകുന്നതെന്ന് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അവരുടെ കഴിവുകളെ ആ ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടും സാധിക്കും. ഓക്കെ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. ഇനി ഈ സ്കിൽസ് ഇൻവെന്ററിയിൽ രേഖപ്പെടുത്തി വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്കിൽസ് ഉണ്ട്, എബിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് പ്രിഫറൻസ് ഉണ്ട്. അതെ, തസ്മിക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ആയിരിക്കില്ല ഹരിതക്ക് ഇഷ്ടപ്പെടുന്നത്, ഹരിതക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ആയിരിക്കില്ല ഷാനിക്ക് ഇഷ്ടപ്പെടുന്നത്. പലർക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവാം അല്ലെ. അപ്പൊ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചുള്ളവരുടെ വർക്ക് പ്രിഫറൻസ് വ്യത്യസ്തമായിരിക്കുള്ളൂ, എക്സ്പീരിയൻസ് വ്യത്യസ്തമായിരിക്കും അല്ലെ. ചില ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവാം, ചില ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകണമെന്നില്ല. ഓക്കെ. പിന്നെ ക്വാളിഫിക്കേഷൻ വ്യത്യസ്തമായിരിക്കുള്ളൂ അല്ലെ. എല്ലാ ആളുകൾക്കും ഡിഗ്രി ഉണ്ടാകണം എന്നില്ല, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും PG ഉണ്ടായിരിക്കണം എന്നില്ല. ഇതൊക്കെ നിർബന്ധമുള്ള കാര്യമല്ല അല്ലെ. അപ്പൊ ഇത്തരത്തിൽ അവിടെ ജോലി ചെയ്യുന്ന എത്ര പേരാണോ അവരുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തി വെക്കുന്നു. ദാറ്റ് ഈസ് ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ. ഇതിനേക്കാളും കൂടുതൽ എനിക്ക് നിങ്ങളെ ഇത് ലളിതമാക്കി പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? യെസ്. The next one, to plan job requirements and the job description. ഇനി ഇതെന്താണ് നമുക്ക് നോക്കാം. After taking a decision on how many persons would be needed, it is necessary to prepare a job analysis, recording details of training, skills, qualification, abilities, experience, and responsibilities, etc., which are needed for a job. Job analysis includes the preparation of job description and a job specification. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് എത്ര പേരെ വേണം എന്ന് ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോബ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഈ ജോബ് അനാലിസും ജോബ് റിക്വയർമെന്റും ജോബ് ഡിസ്ക്രിപ്ഷനും ഒക്കെ ഏകദേശം ഒരേപോലെയുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. എല്ലാത്തിലും കണ്ടന്റ് സെയിം ആണ്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? അതായത് ജോബ് അനാലിസിസ് തയ്യാറാക്കുമ്പോൾ, എംപ്ലോയീസിന്റെ ജോബ് അനാലിസിസ് തയ്യാറാക്കുമ്പോൾ ആ എംപ്ലോയിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ഓക്കെ. റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് ട്രെയിനിങ്, അതുപോലെ സ്കിൽസ്, എംപ്ലോയിയുടെ സ്കിൽ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ദെൻ ക്വാളിഫിക്കേഷൻ, യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ദെൻ എബിലിറ്റീസ്, കഴിവുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം.
എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അദ്ദേഹത്തിന്റെ പരിചയം, പ്രവൃത്തി പരിചയം എത്രയാണെന്നും അദ്ദേഹത്തിന്റെ ചുമതലകൾ, ജോലിയുമായിട്ടുള്ള ചുമതലകൾ എന്തൊക്കെയാണെന്നും അറിഞ്ഞിരിക്കണം. ഇതിനെയാണ് നമ്മൾ ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ സംബന്ധിച്ച് ആ എംപ്ലോയീസിന്റെ എല്ലാ തരത്തിലുള്ള കഴിവുകളും കുറവുകളും ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിന് തയ്യാറാക്കുന്നതാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ജോലിക്ക് ആവശ്യമായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വിവരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജോബ് അനാലിസിസിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് പറയാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് job analysis is the process of determining and recording all the relevant information about a particular job, including the task involved, the knowledge and skill needed to perform the job, the responsibilities attached to the job, and the abilities required to perform the job successfully. ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ആ ഒരു പർട്ടിക്കുലർ ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. ഒരു ഹോസ്പിറ്റലാകുമ്പോൾ നമുക്കറിയാം റിസപ്ഷൻ ഏരിയ ഉണ്ടാകും, അല്ലെ, ഹൗസ് കീപ്പിംഗ് ഏരിയ ഉണ്ടാകും, അതുപോലെ തന്നെ നഴ്സിംഗ് ഏരിയ ഉണ്ടാവും. പലതരത്തിലുള്ള ജോലികളാണ് ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്നത്, അല്ലെ. അപ്പൊ എന്താണോ ജോലി, ആ ജോലിയെ കുറിച്ച് ഒരു ഇൻഫോർമേഷൻ ജോബ് അനാലിസിസിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ജോബിൽ എന്തൊക്കെ ടാസ്കുകളാണ് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അവിടെ ചെയ്യാനായിട്ട് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത്, ആ ഒരു കാര്യം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ആ ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ അറിവുകൾ ആവശ്യമാണ്, എന്തൊക്കെ കഴിവുകൾ ആവശ്യമാണ്, ആ ഒരു കാര്യവും അതിൽ കൊടുത്തിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ്, ഓരോ ജോലിക്കുമുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്താണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആ ജോബിന് വേണ്ടിയിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണ്, ആ ജോബ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ കൊടുത്തിരിക്കുന്നത്, ജോബ് അനാലിസിസിൽ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമുക്ക് ഇനി അടുത്തത് നോക്കാം. ജോബ് റിക്വയർമെന്റ് ആണ് കേട്ടോ. ജോബ് റിക്വയർമെന്റ്സ് എന്താണെന്ന് നോക്കാം. Job requirements are qualifications and skills needed for a certain position. അതായത് ഒരു സർട്ടൈൻ പൊസിഷൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള യോഗ്യതകളെയും കഴിവുകളെയുമാണ് ജോബ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ജോബ് അനാലിസിസ് ആയാലും ജോബ് ഡിസ്ക്രിപ്ഷൻ ആയാലും ജോബ് റിക്വയർമെന്റ് ആയാലും ഏകദേശം ഒരേപോലെയുള്ള കണ്ടന്റ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ജോബ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ എന്താണ്, കഴിവുകൾ എന്താണ്, ഇതിനെയാണ് ജോബ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. Then next one, job description ആണ്. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? A job description or JD is a written account that narrates the general task or other related duties and responsibilities of a position. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടൺ അക്കൗണ്ട് ആണ്, അതായത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു രേഖയാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ജോലിയിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് അഥവാ ചുമതലകൾ എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ വിശദമായിട്ട് എഴുതിയിരിക്കുന്ന രേഖയെ എന്ത് പറയാം? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്തത് നോക്കാം. ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. This step refers to the development and implementation of the human resource plan, which consists of finding out the source of labor supply in order to make an effective use of these sources. The first thing, therefore, is to decide on the policy. Should the personnel be hired from within through promotional channels, or should it be obtained from an outside source? The best policy followed by most organizations is to fill up higher vacancies by promotion and lower level positions by recruitment from the labor market. എങ്ങനെയാണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്തു വരുന്നത്? ഓക്കെ, അതായത് HR പ്ലാൻ, അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ, മനുഷ്യ വിഭവശേഷിയുടെ വികസനം എങ്ങനെയാണ്, അത് നടപ്പാക്കുന്ന രീതി എങ്ങനെയാണ്,
എന്നുള്ള കാര്യമാണ് ഈ ഒരു പാരാഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതായത് HR പോളിസി എങ്ങനെ തയ്യാറാക്കുന്നു, അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്. ഓക്കെ, അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത്ര പേരെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഇത്ര പേരെയാണ് ഭാവിയിലേക്ക് ഈ സ്ഥാപനത്തിന് ആവശ്യം എന്ന് തീരുമാനിക്കുന്ന ആ സമയത്താണ് ഇതും നടപ്പിലാക്കുന്നത്. എന്തായിരിക്കും അത്? എന്തെങ്കിലും ഗസ് ചെയ്യാമോ നിങ്ങൾക്ക്? 100 പേരെ വേണം, 100 പേര് വർക്കിംഗ് ആണ്, 100 പേരെ പുറത്തുനിന്ന് വേണം. ആ സമയത്ത് ഒരു തീരുമാനം അവരെടുക്കും. എന്തായിരിക്കും? ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് ഈ ഡിസിഷൻ എടുക്കുക. റിക്രൂട്ട്മെന്റ് എന്തായാലും ചെയ്യും അവര്. ഞാൻ പറഞ്ഞല്ലോ 100 പേരെ അവർ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അവരൊരു കാര്യം ചെയ്യും. അതായത് നിലവിലുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇനി വരാനായിട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ, അഡ്വർടൈസ്മെന്റ് അല്ല. അതായത് നിലവിലുള്ള ജീവനക്കാരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൊമോഷൻ. നിലവിലുള്ള എംപ്ലോയീസിന് പ്രൊമോഷൻ വഴി, അതായത് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ആളുകളെ നിയമിക്കണോ എന്നവര് ചിന്തിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തണം. ഈ 2 കാര്യങ്ങളാണ് അവർ തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഏതെങ്കിലും പോസ്റ്റിൽ, ഉയർന്ന പോസ്റ്റിലൊക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ ആ നിലവിലുള്ള എംപ്ലോയീസിന് പ്രൊമോഷൻ കൊടുക്കണോ, അല്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് പുറത്തു നിന്ന് ആളുകളെ എടുക്കണം. ഈ 2 രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രത്യേക മാനേജ്മെന്റ് തീരുമാനിക്കാറുണ്ട്. അപ്പൊ എന്തായിരിക്കും കൂടുതൽ കണ്ടുവരുന്നേ? എന്തായിരിക്കും ചെയ്യുക അവര് കൂടുതലായിട്ടും? അതായത് ഉയർന്ന പോസ്റ്റുകളില്ലേ, ഉയർന്ന പോസ്റ്റ്, ഹയർ ആയിട്ടുള്ള പോസ്റ്റുകളില്ലേ, അത് പ്രൊമോഷൻ വഴി കൊടുക്കും. മനസ്സിലായോ? ഒരു സ്ഥാപനത്തിൽ HR മാനേജറുടെ ഒഴിവുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അവര് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്തിനാ? അത് റിക്രൂട്ട്മെന്റ് വഴി നടത്താൻ അവര് നോക്കില്ല. പകരം അതിൽ താഴെയുള്ള ആളെ HR മാനേജറായിട്ട് നിയമിക്കും. അങ്ങനെയാ ചെയ്യാ കേട്ടോ. വളരെ റയറായിട്ടാണ് നമ്മൾ അഡ്വർടൈസ്മെന്റിലൊക്കെ കാണുന്നത് HR മാനേജർ ഒഴിവുണ്ടെന്ന്, അല്ലെ? നമ്മളിപ്പോൾ കാണുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് കാണുന്ന പോസ്റ്റുകൾക്കാണ് എപ്പോഴും വേക്കൻസി വരിക, അല്ലെ? താഴ്ന്ന നിലയിലുള്ള പോസ്റ്റുകൾക്കല്ലേ വേക്കൻസി ഉണ്ടാവുക. യെസ്, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഉയർന്ന പോസ്റ്റുകൾ ഒഴിവുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെ ജോലി ചെയ്യുന്നത് ആരാണോ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യും, പ്രൊമോഷൻ കൊടുക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അവിടെ കുറവ് വരില്ലേ? ഇല്ലേ? വേക്കൻസി വരില്ലേ? അദ്ദേഹം ഇപ്പൊ HR മാനേജറുടെ ഒഴിവുണ്ടെന്ന് വിചാരിക്കുക. ജൂനിയർ മാനേജറെ HR മാനേജറായിട്ട് നിയോഗിച്ചു. അപ്പൊ ജൂനിയർ മാനേജറുടെ ഒഴിവ് അവിടെ വരില്ലേ? വരും. അപ്പൊ എന്ത് ചെയ്യും? ജൂനിയർ മാനേജറിൽ നിന്ന് തീരെ അദ്ദേഹത്തിൽ നിന്ന് താഴെ ഒരു ജീവനക്കാരുണ്ടാവും, അല്ലെ? എംപ്ലോയി ഉണ്ടാവും. അദ്ദേഹത്തെ ജൂനിയർ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ മൂന്നാമത്തെ ആളുടെ വേക്കൻസി അവിടെ ഒഴിവ് വരില്ലേ? ഇല്ലേ? ഒഴിവിട്ടാവില്ലേ? അപ്പൊ എന്ത് ചെയ്യും? പുറത്തു നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തും. ഇങ്ങനെയാണ് സ്ഥാപനങ്ങളിൽ നടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏറ്റവും ബേസിക് ലെവലിലാണ് എപ്പോഴും സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെന്റ് നടത്തുക. പിന്നെ കുറെ നാള് എക്സ്പീരിയൻസ്ഡ് ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുക? നമ്മളെ പ്രൊമോട്ട് ചെയ്യുക, പ്രൊമോഷൻ കൊടുക്കുക. അപ്പൊ ഈ 2 രീതിയാണ് എന്ത് ചെയ്യുന്നത്? സ്ഥാപനങ്ങള് ഫങ്ഷൻ ചെയ്യുന്നൊരു പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ പ്രൊമോഷൻ, ഏറിയ ഭാഗവും അല്ലെങ്കിൽ ഭൂരിഭാഗം കമ്പനികളും ചെയ്യുന്നത് അവിടെയുള്ള എംപ്ലോയീസിന് പ്രൊമോഷൻ കൊടുത്ത് ആ വേക്കൻസി ഒഴിവ് വരുമ്പോൾ പുറത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യുകയാണ് പതിവ്. ഓക്കെ, കാര്യമാണ് 5ാമത്തെ പോയിന്റിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് മാൻ പവർ പ്ലാൻ കമ്പോണന്റ് ആണ്. The manpower plan can be broken down into 3 components. Manpower plan componentനെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, അതായത് മനുഷ്യരെ ഈ ഹ്യൂമൻ റിസോഴ്സ് എത്ര വേണം, എങ്ങനെയാണ് അവർ എടുക്കുന്നത്, അതിന്റെ രീതിയിൽ 3 ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റിംഗ് ആണ്. Estimating future needs and stock taking of available resources in the organization. അതായത്
ഭാവിയിൽ എത്ര ജീവനക്കാർ വേണമെന്ന് കണക്കാക്കുക. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. എത്ര പേരെയാണോ ഫ്യൂച്ചറിൽ വേണ്ടത് അവരുടെ എണ്ണം കണക്കാക്കുക. രണ്ടാമത്തത് റിക്രൂട്ട്മെന്റ് പ്ലാൻ. To meet the gap between the internal resources and estimated need by external recruitment. അതായത് അകത്തുള്ള റിസോഴ്സസും പുറത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റും വഴി കുറവ് നികത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് അകത്ത് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്തിട്ട് ആ ജോബ് വേക്കന്റ് ആക്കുക. അതായത് ആ പർട്ടിക്കുലർ വ്യക്തിയെ ആ ഒരു പൊസിഷനിൽ ഇരുത്തുക. പിന്നെ പുറത്തുനിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുക. അതായത് രണ്ട് രീതിയിൽ വരുമല്ലോ. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, HR മാനേജറിന് ഒഴിവുണ്ടെങ്കിൽ ജൂനിയർ മാനേജറെ HR മാനേജർ ആക്കുന്നു. പകരം ജൂനിയർ മാനേജറിന്റെ വേക്കൻസിയിലേക്ക് പുറത്തുനിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോ അകത്തു നിന്നുള്ള റിസോഴ്സസും പുറത്തു നിന്നുള്ള നിയമനവും അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റും വഴി കുറവ് നികത്തുക എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. To utilize fully the human resources of the organization and to develop the potential resources. അതായത് നിലവിലുള്ള ജീവനക്കാരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക. അതായത് അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ജീവനക്കാർ എത്ര പേരുണ്ടെങ്കിലും അവരുടെ എല്ലാ സ്കില്ലുകളും പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതുമാണ് മൂന്നാമത്തെ കമ്പോണന്റ്. അപ്പൊ മൂന്ന് കാര്യങ്ങളും ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്. നിങ്ങൾ ഇന്ന് റീഡ് ചെയ്തേ, റിക്രൂട്ട്മെന്റ് ഒന്ന് റീഡ് ചെയ്തേ. റിക്രൂട്ട്മെന്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ഒന്ന് റീഡ് ചെയ്യാമോ? റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തൊക്കെയാ മനസ്സിലായോ വായിച്ചിട്ട്? റിക്രൂട്ട്മെന്റ് മനസ്സിലായി? കുറച്ച് മനസ്സിലായി അല്ലേ? ഓക്കെ. Recruiting means the discovering of talented applicants for actual or expected organizational vacancies. Recruitment is the process of attracting potential employees and encouraging them to apply for the jobs in an organization. Recruitment has been considered as the most important function of personnel administration
Because unless the right type of people is not hired, even the best plans, organization charts and control system would not do much good. It is often termed a positive in that it persuades people to apply for jobs to enhance the hiring ratio. The number of applicants for a job, selection on the other hand tends to be negative because it refuses a good number of those who apply, leaving only the best to be hired. Okay. അതായത് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു സെന്റൻസിലായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. റിക്രൂട്ടിംഗ് മീൻസ് ദ ഡിസ്കവറിംഗ് ഓഫ് ടാലന്റഡ് ആപ്ലിക്കൻസ് ഫോർ ആക്ച്വൽ ഓർ എക്സ്പെക്ടഡ് ഓർഗനൈസേഷണൽ വേക്കൻസി. അതൊന്ന് അണ്ടർലൈൻ ചെയ്യട്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, അതായത് ഒരു സ്ഥാപനത്തിലെ യോഗ്യതയുള്ള, അതായത് ഒരു സ്ഥാപനത്തിലെ ഒഴിവുകളിലേക്ക് യോഗ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്ഥാപനത്തില് നിലവിലുള്ള വേക്കൻസി അല്ലെങ്കിൽ ഇനി പ്രതീക്ഷിക്കാവുന്ന ഭാവിയിലേക്ക് വരുന്ന വേക്കൻസി, ഇത്തരത്തിലുള്ള വേക്കൻസിയിലേക്ക് യോഗ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിനെ പറയുന്ന പേരാണത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതാ ഈ പാരഗ്രാഫിലെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തനമാണ്. അതായത് ആളുകളെ കണ്ടെത്തുന്നതാണ് അല്ലെ, ഓരോരുത്തരെയും കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇത് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ഇത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പ്രോസസ് ആണെന്ന് പറയാൻ കാരണം ശരിയായ ആളുകളെ നിയമിച്ചില്ലെങ്കിൽ ഒരു സ്ഥാപനത്തില് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാവും. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക? അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിയായ ആളുകളെ നിയമിക്കാത്ത പക്ഷം സ്ഥാപനത്തില് മികച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റില്ല. സ്ഥാപനത്തിന്റെ ഭാവികാല പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷണൽ ചാർട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഒരു സംഘടനാ ഘടന എന്തിനുണ്ടാവില്ല? ഓർഗനൈസേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതായത് നല്ല രീതിയിലൊരു എന്താ പറയാ, ഒരു ക്രമമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് എന്ത് ചെയ്യില്ല, ആ സ്ഥാപനത്തിന് ഉണ്ടാകണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റം, ഒരു നിയന്ത്രണ സംവിധാനം ഉണ്ടാകണമെന്നില്ല. തോന്നിയ പോലെ ആയിരിക്കും സ്ഥാപനം പ്രവർത്തിക്കുക. യോഗ്യരായിട്ടുള്ള ആളുകളെ എല്ലാം കണ്ടെത്തിയിട്ടുള്ളതായിരിക്കില്ല അല്ലെ. അപ്പൊ എന്തൊക്കെയില്ല, അതായത് മികച്ച പ്ലാൻ ഉണ്ടാകണമെന്നില്ല, ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടാകണമെന്നില്ല, അതുപോലെ തന്നെ ഒരു കൺട്രോൾ സിസ്റ്റം, ഇതൊന്നും എഫക്റ്റീവ് ആയിട്ട് വരണമെന്നില്ല ആളുകളെ നിയമിക്കാത്ത പക്ഷം. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇനി ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് റിക്രൂട്ട്മെന്റിനെ? നമുക്ക് പത്രത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ, റിക്രൂട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി അല്ലേ ഫീൽ ചെയ്യുക? അങ്ങനെയാണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സ്റ്റക്ക് ആവുന്നുണ്ടോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഞാൻ പറയുന്നതില്? ഇല്ല, തസ്മീയുടെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. അത് പറയാൻ കാരണം ഇത് ആളുകളെ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു അല്ലെ. ഇത് കാണുമ്പോ നമ്മൾ ഒരു ന്യൂസ് പേപ്പറിൽ ഇത് കാണുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് അപ്ലൈ ചെയ്യും അല്ലെ. അത് നമ്മളെ എന്ത് ചെയ്യാണ്? പ്രേരിപ്പിക്കുകയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. കാരണം എന്ന് പറയുന്നത് ഇത് ആളുകളെ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഇപ്പൊ എന്താ പറയാ, കൂടുതൽ, അതായത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആപ്ലിക്കൻസിനെ കിട്ടാനായിട്ട് കാരണമാകും. ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാല് ഒരു ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കില്ല, പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളൊക്കെ ആയിരിക്കും അതിന് അപ്ലൈ ചെയ്യുക അല്ലെ. അപ്പൊ ആപ്ലിക്കൻസ് കൂടാനായിട്ട്
റിക്രൂട്ട്മെന്റ് കാരണമാകുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹയറിംഗ് റേഷ്യോ വർദ്ധിക്കുന്നു. അതായത് ജോലിക്ക് എടുക്കുന്ന ആളുകളുടെ എണ്ണത്തില് വർധനവുണ്ടാകുന്നു. അപ്പൊ ഇത്തരത്തില് പല കാരണങ്ങൾ കൊണ്ടും ഇതിനെ ഒരു പോസിറ്റീവ് പ്രോസസ് എന്ന് വിശേഷിപ്പിക്കാം. ഇനി ഇവിടെ തന്നെ റിക്രൂട്ട്മെന്റിൽ തന്നെ സെലക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വരുമ്പോൾ അതൊരു നെഗറ്റീവ് പ്രോസസ് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് നെഗറ്റീവ് പ്രോസസ് ആണെന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാ. കാരണം എന്താ? ഇത് ആളുകളെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന് കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഹയറിംഗ് റേഷ്യോ വർദ്ധിക്കുന്നു. ഇതുകൊണ്ടാണ് ഇതൊരു പോസിറ്റീവ് പ്രോസസ് എന്ന് പറയാൻ കാരണം. പക്ഷെ സെലക്ഷൻ വരുമ്പോ അതൊരു നെഗറ്റീവ് പ്രോസസ്സാണ്. എന്തുകൊണ്ടാ? അതായത് കാരണം അപ്ലൈ ചെയ്ത പലരെയും റിജക്ട് ചെയ്യും. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെ? ഇപ്പൊ 10 പേര് ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. അതിനകത്ത് 2 പേരെ മാത്രമാണ് അവര് സെലക്ട് ചെയ്തത്. ബാക്കിയുള്ള 8 പേരെയും റിജക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് പ്രോസസ് ആണ് കേട്ടോ. അപ്പോ സെലക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രോസസ് ആണ്. കാരണം അപ്ലൈ ചെയ്ത പലരെയും അവർ റിജക്ട് ചെയ്യുകയും അതുപോലെ തന്നെ യോഗ്യരായിട്ടുള്ള കുറച്ച് ആളുകളെ മാത്രം നിയമിക്കുകയും ചെയ്യും. മനസ്സിലായോ? കാര്യം പിടികിട്ടിയോ എന്താണ് പറയുന്നത് ഈ പാരഗ്രാഫില്? ഓക്കെയാണ് അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. ഏതൊക്കെയാണ് റിക്രൂട്ട്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ? അതായത് റിക്രൂട്ട്മെന്റ്, അതായത് ആളുകളെ എടുക്കുന്ന സമയത്ത്, റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന്റെ വലിപ്പം. റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്ന ഒരു കമ്പോണന്റ് ആണോ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സ്ഥാപനത്തിന്റെ വലിപ്പം റിക്രൂട്ട്മെന്റിനെ ബാധിക്കും അല്ലെ? എങ്ങനെയാ? വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ കൂടുതൽ ആളുകളെ നിയമിക്കേണ്ടതുണ്ട്. പക്ഷെ ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ കൂടുതൽ ആളുകൾ വേണ്ട. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്? സ്ഥാപനത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? ഓക്കെ. ഇപ്പൊ സൈസ് എന്ത് ചെയ്യാണ്? റിക്രൂട്ട്മെന്റിനെ അഫക്റ്റ് ചെയ്യും. ഒരു ചെറിയ സ്ഥാപനത്തില് വലിയ സ്ഥാപനത്തിലെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അത്രയും സ്ട്രെങ്ത് വേണ്ട, കാരണം വലിപ്പം കുറവാണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി വെയർ ദ ഓർഗനൈസേഷൻ ഈസ് ലൊക്കേറ്റഡ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ തൊഴിൽ സാഹചര്യം അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ, അതായത് സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ അഫക്ട് ചെയ്യാം? എങ്ങനെയാണ് അഫക്ട് ചെയ്യാം? സ്ഥാപനം നിൽക്കുന്ന ലൊക്കേഷൻ. അതായത് ഒരു ടൗൺ ഏരിയ ആണെങ്കിൽ, അല്ലെ, ഒരു സിറ്റി എടുക്കുക. ആ സിറ്റിയിലുള്ള ഓർഗനൈസേഷനും ഒരു നാട്ടിൻപുറത്തുള്ള ഓർഗനൈസേഷനും അതിന്റെ ലൊക്കേഷൻ വ്യത്യാസമില്ലേ? സിറ്റിയിലുള്ള ഓർഗനൈസേഷൻ ആളുകൾ കൂടുതലായിരിക്കില്ലേ? പക്ഷെ ഒരു ഗ്രാമപ്രദേശത്താണെങ്കിൽ അത്രയും വേണ്ടി വരുമോ? വേണ്ട, അല്ലെ? കുറവ് ആളുകൾ മതിയല്ലേ? അപ്പോ ഒരു സ്ഥാപനത്തിന്റെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ ലൊക്കേഷനെ അനുസരിച്ചിരിക്കും. സിറ്റിയിലാണെങ്കിൽ കൂടുതൽ ആളുകളുണ്ട്, ഗ്രാമത്തിലാണെങ്കിൽ കുറവ് ആളുകൾ മാത്രമാണ് ഉള്ളത്, അല്ലെ? ഓക്കെ. അപ്പോ ഗ്രാമപ്രദേശത്തുള്ള ഒരു ഓർഗനൈസേഷന് സിറ്റിയിലെ അത്രയും സിറ്റിയില് വർക്ക് ചെയ്യുന്ന ആളുകളുടെ അത്രയും വേണ്ട. എവിടെ? ഗ്രാമപ്രദേശത്തുള്ള ഓർഗനൈസേഷൻ കുറവ് മാത്രം മതി. Then മൂന്നാമത്തെ പോയിന്റ്, the result of past recruiting efforts which show the organizational capacity to locate and keep good performing people. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ, അതായത് മുൻപുള്ള നിയമനങ്ങള്, മുൻപുള്ള അപ്പോയിന്റ്സ് ആണ് കേട്ടോ. അതായത് പാസ്റ്റിൽ നടന്നിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ എത്രയാണെന്ന് നോക്കൂ ഒരു സ്ഥാപനം. അങ്ങനെയാണോ? അങ്ങനെ നോക്കാറുണ്ടോ? നമ്മൾ ഈ PSC ഒക്കെ ലിസ്റ്റ് ഒക്കെ വിടുന്ന സമയത്ത് മുൻപുള്ള നിയമനങ്ങൾ നോക്കൂ അല്ലെ? എത്ര പേർക്കാണ് ജോലി കൊടുത്തിട്ടുള്ളത്? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ലേ?
കഴിഞ്ഞ വർഷം എത്ര അപ്പോയിന്റ്മെന്റ്സ്, എത്ര നിയമനങ്ങൾ ലഭിച്ചു, എത്ര ഉദ്യോഗാർത്ഥികൾക്കാണ് അവർ ജോലി കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട് അല്ലെ. അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ വർഷവും എന്ത് കൊടുക്കുന്നേ, നിയമനങ്ങൾ കൊടുക്കുന്നത്. ചില സമയത്ത് നിയമനങ്ങൾ കൂടാം, ചില സമയത്ത് നിയമനങ്ങൾ കുറയാം. ഓക്കെ, അപ്പൊ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, പാസ്റ്റില് നടന്നിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ. ചുരുക്കി അവിടെ എഴുതാട്ടോ, പാസ്റ്റ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് എഴുതുക. ഇത്രയും നീട്ടി വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. പാസ്റ്റ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് നാലാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആൻഡ് സാലറി ആൻഡ് ബെനിഫിറ്റ് പാക്കേജ് ഓഫേർഡ് ബൈ ദ ഓർഗനൈസേഷൻ വിച്ച് മേ ഇൻഫ്ലുവൻസ് ടേൺ ഓവർ ആൻഡ് ഡിമാൻഡ് ഫ്യൂച്ചർ റിക്രൂട്ടിംഗ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ. അതായത് ഒരു സ്ഥാപനത്തിന്റെ അന്തരീക്ഷം എങ്ങനെയാണ്, ജോലി ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ എന്താണ്, അവിടെയുള്ള സാലറി എത്രയാണ്, മറ്റു ബെനിഫിറ്റ്സ് എങ്ങനെയാണ്, പാക്കേജുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയീസ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആളുകൾ നോക്കാറില്ലേ? നമ്മളാണെങ്കിൽ നോക്കുക അല്ലെ. രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് നമുക്ക് ഇന്റർവ്യൂ കോൾ ലെറ്റർ വരുവാണ്, ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞിട്ട്. അതില് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതായത് സാലറി കൂടുതലുള്ള, നല്ല വർക്കിംഗ് എൻവയൺമെന്റ് ഉള്ള, അല്ലെങ്കിൽ മറ്റു പാക്കേജുകളുള്ള സ്ഥാപനമല്ലേ നമ്മൾ തിരഞ്ഞെടുക്കുള്ളൂ. ആണോ? കുറവാണോ കൂടുതലാണോ തിരഞ്ഞെടുക്കുന്നത്? എവിടെയാണോ കൂടുതൽ സാലറി ലഭിക്കുന്നത്, എവിടെയാണോ നല്ല രീതിയിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉള്ളത്, അങ്ങനെയുള്ള സ്ഥാപനം കൂടുതൽ അല്ലെ, കൂടുതൽ കാര്യങ്ങൾ തരുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഗ്രോത്ത് റേറ്റ് ഓഫ് എന്നാണ് കേട്ടോ. വിത്ത് വേണ്ട, നിങ്ങളുടെ ടെക്സ്റ്റിൽ വിത്ത് ഉണ്ടോ? ടെക്സ്റ്റില്? അത് വേണ്ട കേട്ടോ. ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ ആണ്, അതായത് സ്ഥാപനത്തിന്റെ വളർച്ചാ നിരക്ക്. അതായത് ഒരു സ്ഥാപനം ഓരോ വർഷവും വളരുന്നതിന്റെ റേഷ്യോ അനുസരിച്ച് അതിന്റെ റിക്രൂട്ട്മെന്റിൽ വ്യത്യാസം വരും. ഒരു സ്ഥാപനം നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആളുകളെ ഓരോ വർഷവും കൂടുതലായിട്ട് ജോലിക്കും. മറിച്ച് സ്ഥാപനം അതായത് ലോ ലെവലിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ കുറച്ച് എംപ്ലോയീസിന്റെ എണ്ണം മാത്രമേ മതിയാവൂ. അപ്പോ സ്ഥാപനത്തിന്റെ വളർച്ചാ നിരക്കനുസരിച്ച് എന്ത് ചെയ്യാം, ഇതിൽ വ്യത്യാസം വരാം. The next point, the level of seasonality of operation and future expansion and production programs. Okay, programs. അത്രേ ഉള്ളൂ. ആൻഡ് ഒന്നും വേണ്ട അവിടെ. ആൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. അതായത് സീസണൽ പ്രവർത്തനങ്ങൾ, അതായത് ചില സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില സീസണുകളിൽ റിക്രൂട്ട്മെന്റ് കൂടുതലായിട്ട് നടക്കും. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽസിൽ അല്ലെ, തുണിക്കടയിലൊക്കെ ഓണം, അതുപോലെ തന്നെ ക്രിസ്മസ്, റമദാൻ, വിഷു അങ്ങനെയുള്ള സീസണുകളൊക്കെ വരുമ്പോൾ ആളുകളെ കൂടുതലായിട്ട് ജോലിക്ക് എടുക്കുന്നത് കാണാം. പ്രത്യേകിച്ച് ഓണത്തിനൊക്കെ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഉണ്ടല്ലേ? യെസ്, അതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ആ ഒരു കാര്യമാണ് കേട്ടോ സീസണൽ ഫങ്ഷൻ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ. അതാണ് ആളുകളെ സീസൺ അനുസരിച്ച് റിക്രൂട്ട് ചെയ്യുന്നത്. ചില സ്ഥാപനങ്ങളിൽ ചില സീസൺസ് വരുമ്പോൾ ആളുകളെ കൂടുതലായിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ കൂടുതലായിട്ട് അവരുടെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സ്റ്റാഫുകളെ വേണ്ടി വരും. അപ്പോ റിക്രൂട്ട്മെന്റ് ആ സമയത്ത് നടത്താം. അതും റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. Then last one, cultural, economic and legal factors etc. അതായത് സാംസ്കാരികപരമായിട്ടുള്ള വശങ്ങൾ. അതായത് ചില ഓർഗനൈസേഷൻസ് കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം, ഇക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം റിക്രൂട്ട്മെന്റിന്റെ സമയത്ത്. അതൊക്കെയാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് റിക്രൂട്ട്മെന്റ് പോളിസിയാണ് കേട്ടോ.
A recruitment policy is a declaration on how you hire. It defines your company's preferred hiring practices and encourages consistency within your employee recruiting process. Such a policy declares the objectives of the recruitment and provides a framework of implementation of the recruitment program in the form of procedures. In its broad sense, a recruitment policy sense involves a commitment by the employer to set general principles of. റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് റിക്രൂട്ട്മെന്റ് പോളിസി എന്നത് ഒരു സ്ഥാപനത്തില് ആളുകളെ എങ്ങനെ നിയമിക്കണം എന്നതിനെ കുറിച്ചുള്ള ഡിക്ലറേഷൻ ആണ്. Okay, a recruitment policy is a declaration on how you hire. Underline ചെയ്യാം കേട്ടോ. മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത്. ഒരു സ്ഥാപനത്തില് ആളുകളെ എങ്ങനെ നിയമിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഹയർ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഡിക്ലറേഷൻ ആണ് റിക്രൂട്ട്മെന്റ് പോളിസി. ഈ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ ഹയറിംഗ് പ്രാക്ടീസ് എങ്ങനെയായിരിക്കണം ഹയറിംഗ് നടത്തേണ്ടത്, ആളുകളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എന്താണ് അതിന്റെ കൺസിസ്റ്റൻസി, റിക്രൂട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഹയറിംഗ് പ്രാക്ടീസ് എങ്ങനെയാണ്, കൺസിസ്റ്റൻസി, അതുപോലെ റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങളൊക്കെയാണ് റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പറയുന്നത്. ഇനി ഒരു 4 പോയിന്റുകൾ ഉണ്ട് ഇതിനകത്ത്, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ഫോർ ഈച്ച് ജോബ്. ഓരോ ജോലിക്കും യോഗ്യരായ ആളുകളെ കണ്ടെത്തുക. റിക്രൂട്ട്മെന്റ് പോളിസി പ്രകാരം to select and employ the best qualified person for each job. ഓരോ ജോലിക്കും യോഗ്യരായ ആളുകളെ കണ്ടെത്തുക. Then രണ്ടാമത്തെ പോയിന്റ് to employ the best and most promising of those hired. കഴിവുള്ള ആളെ നിയമിക്കുക. അതായത് തിരഞ്ഞെടുക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കഴിവുള്ള ആളെയാണ് നിയമിക്കേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് to offer favorable opportunities for lifetime working careers and വേണ്ട കേട്ടോ, ആൻഡ് ഉണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റില്? To offer favorable opportunities for lifetime working careers. എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ലോങ് ടേം ആയിട്ടുള്ള ജോലി അവസരങ്ങൾ എംപ്ലോയിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് വളരെ ദീർഘകാലം ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. Then നാലാമത്തെ പോയിന്റ് to provide programmers and facilities for personal growth on job. വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് അവസരം നൽകുക. ഓരോ എംപ്ലോയീസിന്റെയും പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കാം. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ എന്താണെന്ന് കൂടി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. There is no general procedure for hiring new staff which is applicable to all business enterprises. Each enterprise has its customized procedure which brings it the desired quantity and quality of manpower at the minimum possible cost. അതായത് എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരേ രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് പ്രൊസീജിയർ അല്ല, ആണോ? എങ്ങനെയാണ് ഓരോരുത്തരും റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ നടത്തുന്നത്? ഒരേപോലെയാണോ സ്ഥാപനങ്ങൾ? വ്യത്യസ്തമായിട്ടാണ് അല്ലെ? ചിലവര് ഭയങ്കര രീതിയിൽ നടത്തും അല്ലെ, ഡിഫറെന്റ് ആണ്. ഓക്കെ, അതായത് ചിലവര് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നടത്തും, ചിലവര് ഈസി ആയിട്ട് നടത്തും. അപ്പൊ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരേ രീതിയല്ല. ഓരോ സ്ഥാപനവും സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് റിക്രൂട്ട്മെന്റ് പോളിസിയിൽ വ്യത്യാസം വരുത്തുന്നു. ഓക്കെ, അപ്പൊ ഏതൊരു സ്ഥാപനമാണെങ്കിലും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറഞ്ഞ ചെലവിൽ ആവശ്യമുള്ള ഗുണമേന്മയുള്ള ജീവനക്കാരെ ലഭ്യമാക്കുക എന്നുള്ളതാണ്. എല്ലാ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താ? വളരെ കുറഞ്ഞ ചെലവിൽ യോഗ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഇതാണ് ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം. മനസ്സിലായോ? നമ്മൾ എല്ലാ സ്ഥാപനങ്ങളും ഞാൻ അടച്ച് ആക്ഷേപിക്കുന്നില്ല. മെജോറിറ്റിയും സ്ഥാപനങ്ങൾ ഇങ്ങനെയാണ്. വളരെ റയർ ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ബാക്കി എല്ലാ സ്ഥാപനങ്ങളും
വളരെ കുറഞ്ഞ ചെലവില് ഗുണമേന്മയുള്ള കഴിവുകളുള്ള ജീവനക്കാരെ ലഭ്യമാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. അടുത്ത ക്ലാസ് തുടങ്ങി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാം കേട്ടോ ഈ ടോപ്പിക്. അടുത്ത ക്ലാസ്സിൽ എന്തായാലും ബോറടിക്കില്ല, ഞാൻ ഉറപ്പുവരും. മൈക്ക് ഓൺ ചെയ്യുവാണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം പിന്നെ ഹലോ പറഞ്ഞോളൂ ഹരിത. മാം എനിക്ക് ആ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇല്ലേ, പോസ്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, അത് ജോബ് അനാലിസിസും ജോബ് ഡിസ്ക്രിപ്ഷനും ഒന്ന് പറയാമോ? അത് ക്ലിയർ ആയില്ല. അത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങോ? ജോബ് അനാലിസിസും ജോബ് ഡിസ്ക്രിപ്ഷനും 4ാമത്തെ പോയിന്റ് പറഞ്ഞല്ലോ, 4th പോയിന്റ്, ഒന്ന് പറയാമോ? അത് ക്ലിയർ ആയില്ല, നല്ലോണം മനസ്സിലായില്ല അന്നേരം. ഞാൻ ഞാൻ സംശയം ചോദിച്ചായിരുന്നു, അന്നേരം മാം നോക്കിയില്ല. ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജോബ് അനാലിസിസ്. അതായത് ഒരു ജോലിയിൽ ആളുകൾ എംപ്ലോയീസ് ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, നോളജ് എന്താണ്, സ്കിൽ എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, എബിലിറ്റീസ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ജോബ് അനാലിസിസിൽ വരുന്നത്. ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യത എന്താണ്, കഴിവുകൾ എന്താണ്. ഈ ജോബ് അനാലിസിസും ജോബ് റിക്വയർമെന്റും ജോബ് ഡിസ്ക്രിപ്ഷനും ഏകദേശം ഒന്ന് തന്നെയാണ്. കണ്ടന്റ് സെയിം ആണ്, ഇവർ ഡിഫറെന്റ് ആക്കി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാല് ഒരു ജോലിയിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങള്, ചുമതലകള്, ഉത്തരവാദിത്തങ്ങള് എന്നിവയെ വിശദമായിട്ട് എഴുതിയ രേഖയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുക. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് വരികയുള്ളൂ. ഏതായിരിക്കും ആ ക്വസ്റ്റ്യൻ? എക്സ്പാൻഡഡ് ഫോം ഓഫ് JD എന്താ? JDയുടെ ഫുൾ ഫോം എന്താ? ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ, അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ വായിച്ചു പോവാ. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് വെള്ളിയാഴ്ച കാണാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.